നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സി മുകുന്ദൻ MLA-ക്കെതിരെ മാനനഷ്ടത്തിന് മുൻ MLA ഗീതാ ഗോപി നോട്ടീസ് അയച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം നടത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും ആദരവും നൽകി. വാർത്തകൾ വിശദമായി. സി മുകുന്ദൻ MLA-ക്കെതിരെ മാനനഷ്ടത്തിന് മുൻ MLA ഗീതാ ഗോപി നിയമ നടപടികൾ സ്വീകരിച്ച് നോട്ടീസ് അയച്ചു. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കെതിരെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും അപകീർത്തികരമായ വിധത്തിൽ വ്യക്തിഹത്യ നടത്തിയതിനാണ് സി മുകുന്ദനെതിരെ ഗീതാ ഗോപി മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത്. മാർച്ച് 16-നകം മാധ്യമങ്ങളിലൂടെ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ മുഖാന്തിരമാണ് നോട്ടീസ് അയച്ചത്. ഗീതാ ഗോപിക്ക് സമൂഹത്തിലുള്ള വിശ്വാസ്യതയും സ്വീകാര്യതയും അംഗീകാരവും ബഹുമാനവും മതിപ്പും തകർക്കണമെന്ന ദുരുദ്ദേശത്തോടെ സി മുകുന്ദൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഗീതാ ഗോപിയുടെ നിയമ നടപടികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പിന്തുണയോടുകൂടിയാണ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. മാലിന്യ മുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് പരിപാടിയുടെ സമാപനമായാണ് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചത്. മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ മാലിന്യ പരിപാലന മനോഭാവം വളർത്തുന്നതിന് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ പ്രിയ MA, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM സിദ്ദീഖ്, KS സനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും സമേതം വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി മികച്ച ശുചിത്വ വിദ്യാലയത്തിന് ട്രോഫിയും മറ്റു വിദ്യാലയങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. സ്കോളർഷിപ്പ്, അതായത് വിദ്യാലയങ്ങളിൽ നിന്നാണ് ഓരോ പ്രവർത്തനങ്ങളും പഠിച്ചു തുടങ്ങുക നമ്മുടെ മക്കൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വിശദമായി കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നിങ്ങളുടെ അവതരണം ഇവിടെ ഉണ്ടാവും. നമ്മൾ സ്കൂൾ തലം തൊട്ടേ നമ്മളുടെ ശുചിത്വത്തിൻ്റെ ബോധം വളർത്തിക്കൊണ്ട് വരണം. അതോടൊപ്പം വേറൊരു സമേതം പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ 10 സ്കൂളുകളിൽ പോയി ഹൈസ്കൂള്, LP, UP വിഭാഗത്തിലൊക്കെ നമ്മൾ ശുചിത്വമുള്ള സ്കൂളുകളെ കണ്ടെത്തിയിരുന്നു. അവർക്കുള്ള സമ്മാനം കൂടി ഇന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. കഴിമ്പ്രം ധർമ്മവിലാസം നോർത്ത് LP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, വലപ്പാട് AU അമ്പിളി KV, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗളി ഷാജി, EG ബാബു, മോഹനൻ കണ്ണമ്പുള്ളി, നരേന്ദ്രൻ തയ്യിൽ, ചിത്രകുമാർ TV, PS സന്തോഷ് മാസ്റ്റർ, ശോഭന ഷൺമുഖൻ, രണതൻ മംഗലത്ത്, സുകുമാരൻ കരിപ്പായി, PTA പ്രസിഡന്റ് മഞ്ജു രാഗേഷ്, MPTA പ്രസിഡന്റ് ശൈല ഷാജി എന്നിവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെയും 3 വർഷം PTA പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച മഞ്ജു രാഗേഷിനെയും സ്കൂളിൽ പാചക തൊഴിലാളിയായി തുടരുന്ന സാവിത്രി ഗോപാലകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സമ്മാന വിതരണം നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സുകാർ ഇത് കഴിഞ്ഞാൽ പോകണല്ലേ, 5ാം ക്ലാസ്സിലേക്ക് പോകണം സ്കൂൾ വിട്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കൂൾ ഇഷ്ടമല്ലേ? അല്ലേ? സ്കൂളിലെ ടീച്ചർമാരൊക്കെ ഇഷ്ടമല്ലേ? നന്നായി പഠിപ്പിക്കുന്നില്ലേ? ഇത് കഴിഞ്ഞ കലാപരിപാടി ഉണ്ടല്ലേ. പിന്നെന്താണ്, നിങ്ങൾ വീട്ടിൽ അമ്മേനൊക്കെ സഹായിക്കാറുണ്ടോ? അച്ഛനമ്മയൊക്കെ സഹായിക്കാറുണ്ടോ വീട്ടിൽ? പത്രം വായിക്കാറുണ്ടോ? ഇന്ന് പത്രം വായിച്ചൊരു കൈ പിടിച്ച് ഞാൻ കാണട്ടെ. വീട്ടിൽ പത്രം വരുന്നുണ്ടോ? ഇല്ലേ? എനിക്ക് നിങ്ങളോടാണല്ലോ കൂടുതൽ സംസാരിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പത്രമൊക്കെ വായിക്കണം. പത്രത്തിന്റെ ഹെഡിങ് കുറിച്ച് നോക്കണം, അടിക്ക് കേട്ടാ. നമുക്ക് അങ്ങനെയൊക്കെ ശീലം വേണ്ടേ? നമ്മൾ
ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ തൊട്ട് നമ്മൾ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കില്ല നിങ്ങൾ. നാട്ടിക ശ്രീ വൈലി ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ഗണപതി ഹവനം എന്നിവയെ തുടർന്ന് ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ തന്ത്രി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് പൊങ്കാല സമർപ്പണം, നിവേദ്യം, വൈകിട്ട് ദീപാരാധന, രാത്രി അത്താഴപൂജ, തുടർന്ന് നാഗദേവതകൾക്ക് അഷ്ടനാഗക്കളം എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് ലാലൂണുങ്ങൽ, സെക്രട്ടറി PV രാധാകൃഷ്ണൻ, ട്രഷറർ TV സുനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 20-നാണ് ക്ഷേത്ര മഹോത്സവം. ഉത്സവ ദിവസം വൈകിട്ട് 5 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിന് മച്ചാട് ശ്രീ അയ്യപ്പൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പുനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മേളവും നടക്കും. SYS SSF കേരള മുസ്ലിം ജമാഅത്ത് കുട്ടമംഗലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടമംഗലം സുന്നി സെന്റർ പരിസരത്ത് റമദാൻ കിറ്റ് വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ ഉദ്ഘാടനം നിർവഹിച്ചു. PH അഫ്സൽ അധ്യക്ഷനായി. എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായി. SYS കൈപ്പമംഗലം സോൺ പ്രസിഡന്റ് യൂനുസ് നയീമി മുഖ്യപ്രഭാഷണം നടത്തി. സാന്ത്വനം നൽകുന്ന മെഡിക്കൽ കാർഡ് ഉദ്ഘാടനം വാർഡ് മെമ്പർ PS ഷാജഹാൻ നിർവഹിച്ചു. ദിനാർ കുട്ടമംഗലം, ഇക്ബാൽ കുട്ടമംഗലം, പ്രകാശൻ മാസ്റ്റർ, PK അബ്ദുൾ റസാഖ്, റഹ്മത്ത് അലി, അൻസൽ ഫവാസ് എന്നിവർ പങ്കെടുത്തു. എത്രയോ നിലകളുള്ള വലിയ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചുകൊണ്ട് അവിടെ വരുന്ന ക്യാൻസർ രോഗികൾക്കും അവിടുത്തെ കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ മരുന്നുകളും ഭക്ഷണങ്ങളും അവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളും തിരുവനന്തപുരത്ത് SYSന്റെ സാന്ത്വനം പ്രവർത്തകർ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 850ഓളം വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്കാണ് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ നീലഗിരിയിലെ ഗൂഡല്ലൂരിൽ വെച്ച് വിവാഹ മംഗല്യ സൗഭാഗ്യത്തിന് വേദിയൊരുങ്ങുന്നത്. 2000-ലധികം പെൺകുട്ടികളെ ദേവർഷോല ഉസ്താദിന്റെ നേതൃത്വത്തിൽ SYSന്റെ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവാഹം ചെയ്തഴച്ച് അവർ ജീവിക്കുകയാണ്. കാനഡയിലെ പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡൾട്ട് ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ എന്ന വിഷയത്തിൽ ഫെലോഷിപ്പിന് അർഹത നേടിയ സൈക്കാട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർ അഖിയ ജയനെ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആച്ചുപറമ്പത്ത്, ബ്ലോക്ക് സെക്രട്ടറി ബാബു കുന്നുങ്ങൽ, പഞ്ചായത്ത് പാർലമെന്ററി ലീഡർ അനിൽ കരുവത്തിൽ, വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, മണ്ഡലം സെക്രട്ടറിമാരായ മഞ്ജുഷ രമേശ് ബാബു, തോമസ് EP രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഫെലോഷിപ്പിന് അർഹത നേടിയ ഡോക്ടർ അഖിയ ജയൻ സീനിയർ കോൺഗ്രസ് നേതാവ് ജയപ്രകാശ് വളവത്തിന്റെയും ജയശ്രീ ജയപ്രകാശിന്റെയും മകളാണ്. ഭർത്താവ് ശരത് കളരിമഠത്തിൽ. 34 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു ഡോക്ടറായി തുടരുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വേറൊരു തലത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. സാധാരണ MBBS കഴിഞ്ഞാൽ MD കഴിഞ്ഞാൽ പ്രൊഫഷൻ നോക്കി പോകുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയല്ല. കാനഡയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ യൂണിവേഴ്സിറ്റി അല്ലേ, ടൊറന്റോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. അഖിയ ജയൻ നമുക്ക് അഭിമാനമാണ്, നാടിന് അഭിമാനമാണ്, നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. ഫെലോഷിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് 85 lakhs ഫെലോഷിപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലത്തേക്ക് പഠിക്കാനുള്ള പരിപൂർണമായ ഒരു സർക്കാർ സ്പോൺസർ തരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866.
പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വടനപ്പള്ളി ബീച്ച് റോഡ് നന്മ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ കെ കിരൺ അധ്യക്ഷത വഹിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം വി മുരളീധരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നന്മ കൂട്ടായ്മ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സെക്രട്ടറി അനു വടക്കൻ, ട്രഷറർ സജിത പ്രദീപ്, വൈസ് പ്രസിഡന്റ് റീന തിലകൻ, ജോയിന്റ് സെക്രട്ടറി സന്ധ്യ, ജോയിന്റ് ട്രഷറർ റെജി ശശി, ഹബീബ്, ഷിഹാബ്, ഹയറു, ഷമി, രക്ഷാധികാരികളായ മോഹനൻ, മുരളി തുടങ്ങിയവർ സംസാരിച്ചു. വടനപ്പള്ളി ബീച്ച് റോഡ് നന്മ കൂട്ടായ്മയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു പൊൻതൂവലാണ് ഇന്നിവിടെ നടന്നത്. 1-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ ഞങ്ങളുടെ
ഓണാഘോഷവും അതോടൊപ്പം ക്രിസ്മസ് ന്യൂ ആഘോഷവും അതോടൊപ്പം തന്നെ തുടർച്ചയായി വന്ന നമ്മുടെ ഈ പുണ്യമാസത്തിലെ റംസാൻ ഇഫ്താർ വിരുന്നിനും അങ്ങനെ സഹകരിച്ച എല്ലാ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ നന്ദിയും കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തുടർന്നും വരുന്ന ഓരോ ആഘോഷങ്ങളും നമ്മളെല്ലാവരും കൂട്ടായി ഒരുമിച്ച് ആഘോഷിക്കുന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചെടുത്തതാണ്. തുടർന്ന് നിങ്ങളെല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്ന് നമുക്ക് ഇന്ന് നമുക്ക് ഈ കാണുന്ന 4-5 ഷോപ്പുകളിൽ ഉള്ളിലുള്ള അവരുമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഭാവിയിൽ നമുക്ക് തുടർന്നും അത് വിപുലീകരിക്കാൻ നമ്മൾ പദ്ധതികൾ എടുക്കുന്നുണ്ട്. അത് വരും കാലങ്ങളിലുള്ള ചർച്ചകളിലൂടെ നമുക്കത് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ഇന്നും മറ്റേതൊരു സംഘം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ ഇ ടി ടൈസൺ MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഐശ്വര്യ റോഡ് തുറന്നുകൊടുത്തു. 16.15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 200 മീറ്റർ ദൂരത്തിൽ കട്ട വിരിച്ച് നവീകരിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ഹുസൈൻ, CJ പോൾസൺ, UY ഷമീർ, ഡോക്ടർ ഹമീദ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച സോളാർ പാനലിന്റെ പ്രവർത്തനോദ്ഘാടനവും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച് കിട്ടിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നടത്തി. കയ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ ഹറോൾഡ് ഇഗ്നീഷ്യസ് മുഖ്യാതിഥിയായി. കയ്പമംഗലം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ, പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ജിഷ ഉണ്ണികൃഷ്ണൻ, ദമയന്തി ദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, പ്രജീന ബാൻ, ഷീബ സതീഷ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചീഫ് മാനേജർ പയസ്, മാനേജർ സന്ദീപ്, തോമസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KV അബ്ദുൾ മജീദ്, TK സെയ്തു, കണ്ണൻ ഇളയരാംപുരയ്ക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ലോകത്തിലെ ഒരു വിമാനത്താവളം എടുത്താൽ സോളാർ എനർജി കൊണ്ടും മാത്രം പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉത്പാദിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളം, ലോകത്തിലുള്ള വിമാനത്താവളം കൊച്ചി വിമാനത്താവളം. അപ്പോൾ സോളാർ എനർജിയുടെ ഒരു പ്രാധാന്യം ഞാൻ പറയുക. ഇതിപ്പോൾ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന് മുകളിൽ ഇത്രയും മനോഹരമായൊരു പ്രതലം ഇതിന് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും അത് 8,86,000 രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. അതുകൊണ്ടൊന്നൊരു നഷ്ടമുണ്ടാവില്ല ഒരിക്കലും. ഇത്തരം പദ്ധതികൾ നമുക്ക് കൂടുതലുണ്ടാകണം. ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് എന്നോട് ഡോക്ടർ പറയുന്നത് ആശുപത്രിയിൽ വേണം സോളാറിന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതി ഒരു പ്രചോദനം കൂടിയാണ്. ആശുപത്രിയിലെ സോളാറിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അത് വരട്ടെ. SKSSF, SYS, SKS BV കഴിമ്പ്രം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ ആൻഡ് സഹചാരി റിലീഫ് സെല്ലിന് കീഴിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി ഉദ്ഘാടനം ചെയ്തു. അസ്ഹാറുദ്ദീൻ ഹുദവി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. ചാമക്കാല മഹല്ല ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ മുഖ്യാതിഥിയായി. അബ്ദുൽ കരീം അറക്കൽ പെരുന്നാൾ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി മഹല്ല പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കില്ലത്ത്, സെക്രട്ടറി അബ്ദുള്ള കുട്ടി, സഹൽ, കബീർ ഇടവഴിപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നതിലും അപരരായിട്ടുള്ള ആളുകളുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുന്നതിനും വളരെ മുൻപന്തിയിലാണ് നമ്മുടെ പ്രദേശത്തെ ആളുകൾ എന്ന് നമ്മൾ പലപ്പോഴും ഓരോ വിലയിരുത്തലുകൾ നടത്തുമ്പോഴും മനസ്സിലാക്കാൻ കഴിയും. അത് വലിയ ഒരു അനുഗ്രഹമാണ്. മറ്റുള്ള മനുഷ്യരോട് നമുക്ക് തോന്നുന്ന സഹാനുഭൂതി, അവരെ സഹായിക്കാൻ തോന്നുന്ന ഒരു മനസ്സ്, അവരോട് നമ്മൾ കാണിക്കുന്ന ആർദ്രത, ഇതൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള, വലിയ തവാബുള്ള ഒരു കാര്യം കൂടിയാണ്.
പവിത്രമായ റമദാൻ ഷരീഫിലാണ് ഇത്യാദി കാര്യങ്ങൾ ധാരാളമായിട്ട് നമ്മൾ ചെയ്തു വരാറുള്ളത്. ഈ പവിത്രമായ മാസത്തിന് ഒട്ടനേകം പേരുകളുണ്ട് റമദാൻ ഷരീഫിൽ. അതിലെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഷഹ്റുൽ മുവാസാത്ത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി ഈ വർഷം റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും ആദരവും നൽകി. തൃത്തല്ലൂർ UP സ്കൂളിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് K സംഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മുൻ KPSTA സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ റൈജു പോൾ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജ മൗസമി ടീച്ചർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CP ജിൻഡോ മാസ്റ്റർ, ജില്ലാ കൗൺസിലർമാരായ ഷീജ രമേശ്, V ഉഷാകുമാരി ടീച്ചർ, VG ഷൈൻ മാസ്റ്റർ, വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലർമാരായ അജിത് പ്രേം, PC ഷീബ, റീഗൻ തോമസ്, ഉപജില്ലാ സെക്രട്ടറി ഷബോൺ J താടിക്കാരൻ, ഉപജില്ലാ ട്രഷറർ ടോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. കണ്ണിലേക്ക് നോക്കിയാലും ചുണ്ടിലേക്ക് നോക്കിയാലും സങ്കടത്തിന്റെ ലാഞ്ചന കാണുന്നവരാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകർ. സർവീസിൽ നിന്ന് വേർപിരിയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായും നടപടിക്രമമാണ്. കേരളത്തിലും ഇന്ത്യയിലും പെൻഷൻ പ്രായത്തിന് നിശ്ചിതമായൊരു കാലമുണ്ടല്ലോ. പെൻഷൻ പ്രായം കൂട്ടുന്നതിന് നമ്മൾ ആരും അനുകൂലമല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇവിടെ 35 വർഷവും 36 വർഷവും അതിന് താഴെയും ഒക്കെ അധ്യാപകരായി ജോലി ചെയ്തവർക്ക് ഒരുപക്ഷെ വ്യക്തിപരമായി അവരോട് ചോദിച്ചാൽ അവരെല്ലാവരും പറയാം സർവീസിൽ നിന്നും ഞങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ താല്പര്യമാണെന്നാണ് അവരെല്ലാവരും സ്വാഭാവികമായും പറയുക. പക്ഷെ എത്ര സ്വാഭാവികമാണെന്ന് പറഞ്ഞാലും ഒരു ടീച്ചർ വേർപിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം ഒരു സിവിൽ സർവീസ് സർജൻ വേർപിരിഞ്ഞു പോകുന്നത് പോലെയല്ല. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് അഴിച്ചുവെച്ച വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വാടനപ്പള്ളി UDF പ്രതിഷേധം നടത്തി. ഇവിടെ കോൺഗ്രസിന്റെ എന്ത് കണ്ടാലും പീതാംബരൻ എടുത്ത് കളയും. അത് പീതാംബരന് രാഷ്ട്രീയ മാനസിക രോഗമുണ്ട്. ആ മാനസിക രോഗമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ചികിത്സിക്കണമെങ്കിൽ നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം, നമുക്ക് ചികിത്സിക്കാം. പൊളിറ്റിക്കൽ മാനസിക രോഗം ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ, അവിടെ കൊണ്ട് ഇവിടെ വലുപ്പമില്ലത്. UDF വെച്ച ബോർഡ് ഇദ്ദേഹം എടുത്ത് മാറ്റി. തദ്ദേശ വകുപ്പിന്റെ മെയ് മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോൾ പീതാംബരന് റിവാർഡ് തരും, അവാർഡ് തരും. ആ സമയത്തോടെ ബോർഡുകൾ ഉണ്ടായിരുന്നു. മാസങ്ങളായി LDFന്റെ ഫ്ലെക്സ് ബോർഡ് പ്രസ്തുത സ്ഥലത്തിരുന്നിട്ടും ഒരു നടപടിയും എടുക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറി UDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് എടുത്തുമാറ്റിയതാണ് വിവാദത്തിനിടയാക്കിയത്. UDF സ്ഥാനാർത്ഥിയുടെ ബോർഡിന് താഴെയും ചുറ്റുമായി LDFന്റെ ചിഹ്നം ഒട്ടിച്ചത് നീക്കാതെ UDFന്റെ ബോർഡ് മാത്രം നീക്കിയതാണ് UDF പ്രവർത്തകരെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. സംഭവം അറിഞ്ഞ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SIയും CIയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. തുടർന്ന് CIയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ ബോർഡ് മാറ്റേണ്ടെന്നും അഴിച്ചുമാറ്റിയ ബോർഡുകൾ തൽസ്ഥാനത്ത് പുനഃസ്ഥാപിച്ച് നൽകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിച്ചു. സംഭവം അറിഞ്ഞെത്തിയ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷെരീഫ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, KV സിജിത്ത്, സിദ്ദിഖുൽ അക്ബർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ വാടനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 4 ദിവസം മുമ്പാണ് സർക്കാരിൻ്റെ ഒരു സ്ഥലത്തുമില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ SB കുഞ്ഞോവിൻ്റെ മകൻ C ഹുസൈൻ്റെ സമ്മതത്തോടുകൂടി ബോർഡ് വെച്ചു. ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി രാവിലെ വന്ന് അത് അനധികൃതമാണ് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി. ഇതറിഞ്ഞ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ UDF നേതാക്കൾ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായി പാർട്ടി നിർദ്ദേശിച്ച ശ്രീ TN പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയും പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ച് പോലീസ് വരികയും പഞ്ചായത്ത് സെക്രട്ടറി അനധികൃതമാണ്
45 വർഷമായുള്ള ഈ ബിൽഡിങ്ങിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ബോർഡ് KC പ്രസാദിൻ്റെ ബോർഡ് ഇന്നലെയാണ് പഞ്ചായത്ത് മെമ്പറായ ശ്രീ ഷാജി ഞങ്ങളുടെ പ്രവർത്തകരെ അഴിച്ചു മാറ്റി. അവിടെയാണ് പ്രതാപൻ്റെ ബോർഡ് വെച്ചത്. തികച്ചും രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന വാടാനപ്പള്ളിക്കാരനായ CPM യൂണിയനിൽപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് ആരോടും ചോദിക്കാതെ അഴിച്ചു മാറ്റി. ഒരു വലിയ ശക്തമായ പ്രതിഷേധമുണ്ടായി. ശ്രീ പ്രതാപനും ഞങ്ങളുടെ മുൻ പഞ്ചായത്ത് സുബൈദാമും ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ എല്ലാ നേതാക്കളും എത്തിച്ചേർന്നു. സെക്രട്ടറിയെ ഗുരാമ ചെയ്തു. പോലീസ് വന്നു. പോലീസിന് ബോധ്യപ്പെട്ടു. അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അഴിപ്പിച്ച അവരെ കൊണ്ട് തന്നെ ഈ ബോർഡ് കെട്ടുകയാണ്. തികച്ചും ജനാധിപത്യ ധ്വംസനം നടത്തിയ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ UDF ആലോചിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷണർ റൂൾസ് വന്നാൽ ഇദ്ദേഹത്തെ വെച്ച് ഇവിടെ ഇലക്ഷൻ നടത്തിയാൽ അട്ടിമറിക്കപ്പെടുന്ന പോലും ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് വലപ്പാട് മണപ്പുറം റിതി ജ്വല്ലറിയുടെ കോർപ്പറേറ്റീവ് ആനിവേഴ്സറി ആഘോഷിച്ചു. റിട്ടയർഡ് DYSP സന്തോഷ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം റിതി ജ്വല്ലറി സെയിൽസ് ഹെഡ് ഷിഹാബ്, മീഡിയ ഇൻചാർജ് മുസ്തഫ, ഷോറൂം ഹെഡ് മുഹമ്മദ് ഹാഫിൽ റഹ്മാൻ, BDM മനോജ്, അസിസ്റ്റന്റ് മാനേജർ അജിത്ത് എന്നിവർ പങ്കെടുത്തു. മണപ്പുറം മാനേജിംഗ് ഡയറക്ടർ സുഷമ നന്ദകുമാർ, CEO ബാലു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിരവധി ഓഫറുകളാണ് ആനിവേഴ്സറിയുടെ ഭാഗമായി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത്. മെഗാ ലക്കി ഡ്രോ കൂപ്പണിലൂടെ TVS സ്കൂട്ടർ സമ്മാനം, 2 ലക്ഷം മുകളിലുള്ള ഡയമണ്ട് പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം, 4 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസിന് ഡയമണ്ട് റിംഗ് സമ്മാനം, പവന് 1000 രൂപ മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാം. 3 പവന് മുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവില്ല. സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞു ചെറിയ ചെറിയ വേഷങ്ങളാണ്. ഇപ്പോൾ ലാസ്റ്റ് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു നമുക്കിവിടെ. പിന്നെ പോലീസിലായിരുന്നു 20 വർഷത്തോളം. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇപ്പോൾ ഇങ്ങനൊരു സെക്യൂരിറ്റി ഹെഡായിട്ട് ഇവിടെ മണപ്പുറത്ത് ജോയിൻ ചെയ്തത് 3ാമത്തെ വർഷമാണ്. 2ാമത്തെ വർഷം. അപ്പോൾ കുറച്ചാൾ മുമ്പേ അവിടെ പ്രദേശം വന്നവരൊക്കെ പരിചയമുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്പയാർ യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി NES കോളേജ് കായലോരത്ത് വെച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. KHRA സംസ്ഥാന ട്രഷറർ ബിജുലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്പയാർ യൂണിറ്റ് പ്രസിഡന്റ് മുനീം ജാവിദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, വലപ്പാട് പോലീസ് SHO അനിൽകുമാർ, വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എബിൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്പയാർ യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് S. കൃഷ്ണ, NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി, മുൻ നാട്ടിക MLAയും കേരള ഹൗസിംഗ് ബോർഡ് മെമ്പറുമായ ഗീതാ ഗോപി എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി. എക്സൈസ് ഉദ്യോഗസ്ഥർ, ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. റഹ്മത്ത് ബാബു, ജസീം ഹംസ, ബഷീർ, രാജു നമ്പീശൻ, ഷമീർ നാലകത്ത്, സ്മിജിത്ത് യാദവ്, ഉഷ സുധീർ, ആകാശ്, നൂർജഹാൻ, സുധീർ, ഷെനീബ്, റഷീദ്, നസീബ്, മിസ്രിയ, ആദിത്യ അക്ഷയ്, ഷഫിന ബഷീർ, സുഹൈല എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CC മുകുന്ദൻ MLAക്കെതിരെ മാനനഷ്ടത്തിന് മുൻ MLA ഗീതാ ഗോപി നോട്ടീസ് അയച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പഠനോത്സവം നടത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും ആദരവും നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.